ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു GK വേൾഡ്. അപ്പോൾ ഇന്ന് ചിങ്ങം 1-ാം തീയതിയാണ്. ചിങ്ങം 1-ാം തീയതി നമ്മളിപ്പോൾ ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം വടക്കുന്നാലിൽ പോകാൻ നിൽക്കുവാണ്. അപ്പോൾ നമുക്കൊന്ന് റെഡി ആയിട്ട് വേണം പോകാനായിട്ട്. ഇന്നിവിടെ മഴക്കാറുണ്ട്, നല്ല മഴക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങ് അറ്റത്തുനിന്ന് നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് നേരം മഴ പെയ്തിരുന്നു. അപ്പോൾ വേഗം നമുക്കിപ്പോൾ മഴ പെയ്യുന്നതിന് മുന്നേ എന്തായാലും അമ്പലത്തിൽ പോകാം. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഷർട്ട് കുറേ നാൾക്ക് ശേഷമാണ് ഇടുന്നത്. കുറച്ചൊക്കെ ടൈറ്റായി. അതിനിപ്പോൾ ജിമ്മിനൊക്കെ പോയിട്ട് ഡയറ്റൊക്കെ പ്രോപ്പറായിട്ട് എടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഷർട്ടൊക്കെ, പഴയ ഷർട്ടൊക്കെ പാകാവുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഔട്ട്ലുക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. കസവ് കൊണ്ടും ബ്ലാക്ക് ഷർട്ടും. പിന്നിപ്പോൾ നമ്മുടെ വാച്ച് ടോമി ഹിൽഫിഗറിൻ്റെ വാച്ചാണ്, പക്ഷേ കറങ്ങുന്നില്ല. ഇപ്പോൾ സമയമൊക്കെ തെറ്റാണ്. എന്തായാലും ഇത് വാച്ച് വെറുതെ ഒരു ഇതിനു വേണ്ടി കെട്ടാവുന്നുള്ളൂ. എന്തായാലും വെറുതെ എന്തായാലും കെട്ടി വയ്ക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ബാറ്ററിയൊക്കെ മാറ്റണം. അപ്പോൾ എന്തായാലും ആദ്യത്തത് അമ്പലത്തിൽ പോകാന്നുള്ളതാണ്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് കാണാം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നല്ല മഴ. അതിപ്പോൾ ഒന്ന് ശമിച്ച് വരികയാണ്. അപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് തൊഴുതിറങ്ങി. അപ്പോൾ നല്ല തിരക്കുമുണ്ട്. ചിങ്ങം 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. പിന്നെ അവിടെ നിന്ന് തൊഴുതിറങ്ങിയപ്പോൾ അവിടെ വഴിപാട് കഴിക്കുന്ന ആൾക്കാരിൽ നിന്ന് അപ്പം കിട്ടി. അത് ഞാൻ ഈ മൂലയ്ക്ക് വന്നിട്ട്, വരുന്നവർക്കറിയാം ഈ സ്ഥലം ഏതാണെന്നുള്ളത്. കൂത്തമ്പലത്തിൻ്റെ സൈഡാണ്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ ഇതാണ് നമ്മുടെ ശ്രീമൂല സ്ഥാനം. ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് വളരെ കുറവാണ് ആൾക്കാർ. അപ്പോൾ എനിക്ക് ബൈക്ക് ഞാനിവിടെ വെച്ചിരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ വടക്കുന്നാലിൽ തൊഴുതിറങ്ങി. ഇന്ന് ചിങ്ങം 1-ാം തീയതിയാണ്. ഇന്ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ഒരു നൂറ്റാണ്ട് കഴിയാണ്. 1199 കഴിഞ്ഞാൽ 1200 ആണ്. അപ്പോൾ നല്ലൊരു ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് ഈ ഒരു നൂറ്റാണ്ടിൽ ജീവിക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ 2 നൂറ്റാണ്ടുകളാണ്. ഇംഗ്ലീഷ് കലണ്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2000 ആ ഒരു നൂറ്റാണ്ട് ചേഞ്ച് ആകുമ്പോൾ നമ്മളുണ്ടായിരുന്നു. അതേപോലെ തന്നെ മലയാളത്തിലും നമ്മളിതേപോലെ ആ ഒരു ചേഞ്ച് വരുമ്പോൾ നമ്മളത് ലൈവായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു മലയാള കലണ്ടറിലെ പുതുവത്സരാശംസകൾ നേരുന്നു. എല്ലാവർക്കും നല്ല വർഷമായിരിക്കട്ടത്. അപ്പോൾ വീട്ടിലേക്ക് പോട്ടെ. വീട്ടിൽ വന്നു. എനിക്ക് തീരെ അധികം ഇഷ്ടപ്പെടാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇഡ്ഡലി സാമ്പാർ. ഇന്നിപ്പോൾ ആക്ച്വലി വടക്കുന്നാലിൽ ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. സദ്യ അവിടെ എല്ലാ 1-ാം തീയതിയും സദ്യ നടത്താറുണ്ട്. പക്ഷേ ട്യൂഷൻ ഓൾറെഡി വെച്ചായതുകൊണ്ട് സമയക്കുറവാണ് പ്രശ്നം. 11:30 അവിടെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒടുക്കത്തെ മഴ. എൻ്റെ മുണ്ടൊക്കെ എടുത്തൊക്കെ മൊത്തം നനഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തില്ല. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ട്യൂഷന് പോകണം. അതിന് മുന്നേ KSFയിൽ പോകണം. KSFയിൽ ഒരു ചിട്ടിയുണ്ട്. ചിട്ടിയുടെ ഡേറ്റാണിന്ന്. അപ്പോൾ അതിൽ കുറച്ച് പൈസ അടയ്ക്കണം. അതിന് ശേഷം വേണം ട്യൂഷന് പോകാനായിട്ട്. നമുക്ക് നോക്കാം ചിങ്ങം 1-ാം തീയതി വല്ല സദ്യക്കുള്ള വല്ല വകുപ്പുണ്ടോന്ന്. ഞാനിങ്ങനെ സദ്യ കിട്ടുമെന്ന് കുറേ ആഗ്രഹിച്ചു. പക്ഷെ കിട്ടിയില്ല. വീട്ടിൽ വന്നിട്ട് ഇതുകൊണ്ട് തന്നെ തൃപ്തിപ്പെടേണ്ടി വന്നു. ഹലോ ഗൈസ്, ഞാൻ ട്യൂഷന് പോവാണ് ഗൈസ്. നിന്റെ പുറത്ത് പാണ്ടയാണല്ലോടാ. എടാ പാണ്ടല്ല, പാണ്ട. ഓക്കെ ബൈ. ട്യൂഷന് പോയിട്ട് വരാം. അത് കീറിയില്ലേ? അവിടത്തേക്ക് നല്ല രീതിക്ക് മടക്കി അടുത്തേക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെ. ഓക്കെ ബായ് പറ. ബൈ. നമ്മളിന്ന് സദ്യ പ്രതീക്ഷിച്ചു പോയി. പക്ഷെ സദ്യ കിട്ടിയില്ല. വടക്കുന്നാലിന് ശേഷം വേറൊരു അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അവിടെയും 11:30 ആണെന്ന് സദ്യ തുടങ്ങിയത്. അപ്പം നമ്മൾ ഓൾറെഡി അവിടെ പ്ലാൻ ചെയ്ത പ്രകാരം ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 11:30 ട്യൂഷൻ വെച്ച കാരണം പിന്നെ നമുക്ക് പോകാനുള്ള വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ നല്ലൊരു അറ്റംപ്റ്റ് നടത്തി. 11:30 ട്യൂഷൻ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ലേറ്റ് ആയാലും പോയാൽ കിട്ടുമെന്നുള്ള രീതിക്ക് പോയിരുന്നു. പക്ഷെ അവിടെ പോയും കഴിഞ്ഞിരുന്നു, എല്ലാവരും പോയിരുന്നു. അപ്പം അത് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ നേരെ പോയി വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ ഇപ്പോൾ നേരെ ഇടയ്ക്ക് ട്യൂഷന് വന്നു. എൻ്റെ കൂടെ ആരാണുള്ളത് പറയൂ. ആരാ? അതിഥി അല്ല, അതിഥി എന്നുള്ള ശരിക്കുള്ള പേര്. നമ്മളെ വിളിക്കുന്ന പേരെന്താ? പാറു നല്ല സ്മാർട്ട് വാച്ച് ഒക്കെ ഇട്ട് വന്നിട്ട് കേട്ടോ അല്ലേ? നോക്കട്ടെ, വർക്ക് ചെയ്യോ?
ഓ ഇതാരാ മേടിച്ചെന്നാരാ? അമ്മയുടെ വാച്ച്. അമ്മയുടെ വാച്ചനോ? അമ്മയുടെ വാച്ച് കെട്ടി വന്നൊക്കെ. അത് ശരി. അപ്പൊ നമുക്ക് പഠിക്കാല്ലേ? ഇന്ന് നമ്മുടെ ധനു ലീവാണ്. എല്ലാ ദിവസവും ഇവിടെ ട്യൂഷന് വരുമ്പോ ഫസ്റ്റ് വൈകുന്നേരത്തെ ബാച്ചിൽ ഫസ്റ്റ് വരുന്നവരാണ്. പിന്നെയാണ് ഇവർക്ക് എടുക്കാറുള്ള ആൾക്കാർ പിന്നെയാണ് അങ്ങനെ വരാറുള്ളത്. എന്നും ഞാനാണ് ഇവർക്ക് ആദ്യം തുടങ്ങി വെക്കുക. എന്താ പറയാ, ഇവരാണ് ഇവിടുത്തെ ഫസ്റ്റ് ബാച്ച് അല്ലേ? 3 മണിക്ക് വരും. 3 മണിക്കാണ് ഇവരുടെ സാധാരണ സമയം എന്ന് പറയുന്നത്. 3 മണിക്ക് വന്നിട്ട് നമ്മൾ ട്യൂഷൻ തുടങ്ങിയ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പട്ടപ്പെട്ടാന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ബാച്ചുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് നേരാവണ്ണം ശ്വാസം വിടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 മണി 10:30 ആവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്യൂഷനിലേക്ക് കിടക്കട്ടെ. അപ്പോൾ പോയിട്ട് കാണാം. ബൈ. ഞാനിപ്പോൾ ഒരു പുതിയ പരീക്ഷണത്തിന് വന്നേക്കാണ്. ഇന്ന് വൈകുന്നേരം ജസ്റ്റ് ഒന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് കോഴിമുട്ട 2 എണ്ണം ആൻഡ് മസാല കപ്പലണ്ടി ഇത് വെച്ചിട്ടൊരു പുരി പൊരിക്കാൻ പോവാണ്. കണ്ടറിയാം എന്തുണ്ടാവും എന്നുള്ളത്. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എത്രത്തോളം വർക്കൗട്ട് ആവുന്നുള്ളത്. ഞാൻ എന്താ ഇതിങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇടാൻ പോവാണ്. നോക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. എനിക്ക് കണ്ടിട്ട് വലിയ മെനൊന്നും തോന്നുന്നില്ല. ടേസ്റ്റ് ചെയ്യുമ്പോഴും ആ ഒരു രീതിക്കന്നെ ആയിരിക്കും. പിന്നെ ഇപ്പോൾ രാവിലത്തെ ഇഡ്ഡലി ഉണ്ട്. ഇത് വീണ്ടും ഷോക്കാണ്. പക്ഷേ കഴിക്കാതിരിക്കുന്ന വേറെ നിവൃത്തിയില്ല. നല്ല വിശപ്പുണ്ട്. കുഴപ്പമില്ല, വലിയൊരു ടേസ്റ്റൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ സമയം 10:30 ആയി. 10:30 ഞാൻ സാധാരണ കിടക്കാറുള്ളതല്ല. പക്ഷെ ഇന്ന് ഭയങ്കര ടയേർഡായതുകൊണ്ട് കിടക്കാതിരിക്കാൻ വേറെ നിവൃത്തിയില്ല. ഞാൻ കിടക്കുവാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, ടിൽ ദെൻ ബൈ.